കുടിച്ചാൽ ചിലപ്പം ബോധം കെടാറുണ്ട്. ഇന്നത് അത്യാവശ്യമാണ്. കൂടുതൽ ഓർത്തത് കൊണ്ട് കൂടുതൽ കുടിക്കണം, എല്ലാം മറക്കാൻ. ശരി, എങ്കിൽ പൊയ്ക്കോളൂ. ഞാനൊരു ടാക്സി പിടിച്ചോളാം. നോ, ഞാൻ വീട്ടിൽ വിട്ടു തരാം. കം. എന്നെ കാണണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നോ, നിന്നെ മാത്രമല്ല, കുറച്ചു നേരം ഞാൻ എന്നെയും കണ്ടു. നിരാശ നിനക്കായിരിക്കും, ശത്രുവിന് ബലമില്ലാതായി പോയതുകൊണ്ട്. ശരിയാണ്, ഇങ്ങനെയാവാൻ പാടില്ലായിരുന്നു നിങ്ങൾ. ഒരിക്കലും ഇങ്ങനെ താമസിച്ചിട്ടില്ലല്ലോ. എത്ര നേരമായി. ഇനി ബസ്സുകാരുടെ പണി മുടക്കാൻ പറ്റുമോ? എന്നാ ഒരു ഓട്ടോ വിളിച്ച് ഇങ്ങ് പോരരുതോ? ഇറങ്ങിയിട്ട് പാം, വരൂ. ഓക്കെ. കയറുന്നുണ്ടോ? ഇല്ല. തിരിച്ച് വീട്ടിലേക്കാണോ? തീരുമാനിച്ചില്ല. അങ്ങനെ നിർബന്ധം ഇല്ല, ഒരു നിർബന്ധവും ഇല്ല. ഇനി കാണുന്നുണ്ടോ നമ്മൾ? കാണണോ? I don't know. Maybe. Bye. നിക്ക്. ഇത്ര നേരം ഞാൻ പേടിച്ചു. എനിക്ക് പേടിയില്ല. ഹലോ, പപ്പ വന്നു തോന്നുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കൂ. ഉറങ്ങിയോ എല്ലാരും? എവിടെ നിന്റെ മമ്മി? ഉറങ്ങിയിട്ടില്ല, മമ്മി ദേഷ്യത്തില. പപ്പ
ഒരാളിവിടെ വന്നിരുന്നു. വൺ മിസ്റ്റർ ചെറിയാൻ. പപ്പ അയാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടോ? ചെറിയാൻ? ആ, കടമല്ല, എനിക്ക് പണം തരാൻ ബാധ്യത ഉള്ളവനാ ചെറിയാൻ. ഹി വാസ് എ ഗായ് ഫ്രം ദ സ്ട്രീറ്റ്. ഇപ്പോ എന്തോ ബിസിനസ് അല്ല ഉണ്ട്. പക്ഷെ ആ സ്ട്രീറ്റിൽ നിന്നുള്ള അവന്റെ ചേഞ്ച് ഉണ്ടല്ലോ, ദാറ്റ് വാസ് ബിക്കോസ് ഓഫ് മീ, മൈ ഹെൽപ്പ്. അങ്ങനെയൊന്നും അല്ല അയാൾ സംസാരിച്ചത്. അയാൾ കുറെ ഷൗട്ട് ചെയ്തു. ഓ, ഞാൻ കാണാം. ചെറിയാൻ അത്രയും വളർന്നിട്ടുണ്ടെങ്കിലേ ഞാനൊന്ന് കാണട്ടെ. ഈ വീട്ടിൽ മറ്റുള്ളവരെ ഒന്ന് ധിക്കാരം പറയുന്നത് അന്തസ്സായിട്ടാണോ നിങ്ങൾ കാണുന്നത്? അതോ കടം വാങ്ങി മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ കൊച്ചാക്കാനോ? നീ വലിയവളാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. അങ്ങനെ ഒരാളെ എങ്ങനെയാ പിന്നെ ചെറുതാക്കുന്നത്? കാര്യങ്ങൾ ഞാൻ നിയന്ത്രിക്കുന്ന അവസ്ഥ എങ്ങനെ ഉണ്ടായതാണെന്ന് നിങ്ങൾക്കറിയാം. കുടിച്ചും വാതുവെച്ച് നടക്കുന്ന ഒരാൾക്ക് കുടുംബഭാരം യോജിക്കില്ലെന്ന് ഞാനല്ല തീരുമാനിച്ചത്, നിങ്ങളുടെ അച്ഛനാണ്. എന്നോട് പറഞ്ഞ ഡ്യൂട്ടി ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മാസച്ചെലവിന് തരാൻ പറഞ്ഞതടക്കം. നിങ്ങളെ ഇനി ഉപദേശിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. പക്ഷേ ഇവിടെ ജീവിക്കുന്ന മറ്റുള്ളവർക്ക് മാന്യതയുണ്ട്. അതില്ലാതാക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. നിങ്ങളുടെ രീതികളും നിങ്ങളുടെ കൂട്ടുകാരി ഈ വീടിന് പുറത്ത്. എന്റെ മക്കളുടെ ഭാവി എനിക്ക് പ്രശ്നമാണ്. നിന്റെ കൾച്ചർ, നിന്റെ മക്കള്, നിന്റെ കുടുംബം. മക്കള് പഠിക്കേണ്ടത് അമ്മയെന്നാണ്. നീ എനിക്ക് തരുന്ന റെസ്പെക്ട് എന്താണ്? അത് കാണുന്ന ഇവർക്ക് അതല്ലേ മനസ്സിലാവൂ. ഒരു ഔട്ട്സൈഡർ വന്ന് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് എത്രമാത്രം അവർ കെയർ ചെയ്യുമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷെ നീ കാണിക്കുന്ന ഈ ധാർഷ്ട്യമുണ്ടല്ലോ, അതാണ് ഇവരെ വഴി തെറ്റിക്കുന്നത്. എന്നെക്കാളും മികച്ചവൾ, അതാണ് നിന്റെ തോന്നൽ. എന്നെ തോപ്പിക്കാൻ എന്റെ അച്ഛൻ ചെയ്ത ഒരു കാര്യം അന്തസ്സില്ലാതെ ഉപയോഗിക്കുന്നു നീ. അതിന്റെ പേരിൽ എന്നെ ഭരിക്കാനാ ശ്രമമെങ്കിൽ I'll massacre you. പപ്പ, stop this, Papa. What? എന്നും എപ്പോഴും നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഞങ്ങളെ കുറിച്ച് നിങ്ങൾ ആരാ ചിന്തിക്കുന്നത്? മഞ്ജു, വാ ഇവിടെ വരാൻ. നീ ഇങ്ങോട്ട് ഇപ്പൊ എന്തിനാ വന്നത്? വാ. ഇന്ന് വരെ ഒരു കൂട്ടുകാരിയെ പോലും ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടില്ല. ഒരാളെ കുറിച്ച് പറഞ്ഞും കേട്ടിട്ടില്ല. ഇപ്പൊ ഇതാരാ ഇങ്ങനെ കൊണ്ടുവന്ന് വിടാനും പറ്റും? ഓഫീസിലാളായിരിക്കുമോ? ചിലപ്പോ അയാൾ വരുന്ന വഴി ഇവിടെ ഇറക്കാന്ന് പറഞ്ഞു കാണും. എന്നാലും ഇത്ര നേരം അതാ പിടികിട്ടാത്തെ. ചോദിച്ച മിണ്ടില്ല. എന്നാലും ഈ നേരത്തൊരാണിന്റെ കൂടെ. ഈശ്വര, അവക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ. എന്താ? ഞാനെടുത്തോളാം. ഹലോ, ഉറങ്ങിയോ? ഞാൻ കിടന്നില്ല. കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ മനസ്സൊന്ന് ഫ്രഷ് ആയത് ഇന്ന്. എത്ര നേരമാണ് കറങ്ങിയത് അല്ലേ? ഏയ്, എന്നോട് ആരും ഒന്നും ചോദിക്കില്ല. അല്ലെങ്കിൽ ചോദിക്കേണ്ട കാര്യം എന്താ? എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടമാണ്. ആ പിന്നെ, നാളെ കാണില്ലേ? കാണണം. നാളെ നമുക്ക് കുറെ കൂടി യാത്ര ചെയ്യണം. വേണ്ട വേണ്ട, സമയമൊന്നും തെറ്റിക്കണ്ട. പറഞ്ഞ സ്ഥലത്ത് തന്നെ. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്റെ ഈശ്വര,
നിരാശ തോന്നുന്നുണ്ടോ നിനക്ക്? അയാളെ കണ്ടുപിടിക്കണ്ടായിരുന്നു തോന്നുന്നുണ്ടോ? അയാള് വല്ലാതെ മാറിപ്പോയി അല്ലേ? എന്തു മാറ്റം? ജീവിതത്തെക്കുറിച്ച് എന്ത് നിസ്സാരമായിട്ടാണ് സംസാരിക്കുന്നത്. നീ ജീവിതം വേസ്റ്റ് ചെയ്തു എന്ന് കേട്ടില്ലേ? ന്യായങ്ങൾ ഒരുപാട് കാണും ഇങ്ങനെയുള്ളവർക്ക്. പേടിയുണ്ടാവും അയാളുടെ മനസ്സിൽ. അയാൾക്ക് വലിയ ജീവിതമുള്ളതല്ലേ. പേടിപ്പിക്കണം. അന്നത്തെ ഒരു രാത്രി നിന്നെ പേടിപ്പിച്ചതുപോലെ ഇനി എല്ലാ രാത്രികളിലും അയാള് പേടിക്കണം. എന്താ വേണ്ടേ? വേണം. ചവിട്ടി അരച്ചവരിൽ ഒരാളെങ്കിലും തിരിഞ്ഞൊന്ന് ശബ്ദിച്ചില്ലെങ്കിൽ അഹങ്കരിക്കും. അയാള് മാത്രമല്ല, ആ വർഗം മുഴുവൻ. നിന്റെ ജീവിതത്തിന് ഒരു കണക്ക് പുസ്തകം വേണ്ടേ? എഴുതിക്കൂട്ടാൻ നിനക്കധികം കണക്കില്ലെന്നോർത്തോ? ഒന്നേ ഉള്ളൂ, അത് കൂട്ടി തീർത്ത് അടിവരെ ഇടുന്നത് നീ തന്നെയായിരിക്കണം. നീ തന്നെയായിരിക്കണം. ചേച്ചി, ചേച്ചി. ആ എന്താ ശകുന്തളെ? വെറുതെ ഒന്ന് ഇറങ്ങിയതാ. പറയുമ്പം തൊട്ടടുത്ത വീടാ. പക്ഷെ മതിലിന്റെ അടുത്ത് വന്നൊന്നൊന്ന് വിശേഷം ചോദിക്കണമെങ്കിൽ കൈയൊഴിഞ്ഞിട്ട് വേണ്ടേ? ചേച്ചി പണിത്തിരക്കില്ല? അടുക്കളയിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ആ, എന്നാ വാ, പണി മുടക്കണ്ട. സുഖുവേട്ടനൊന്ന് എറണാകുളം വരെ പോയതാ ഒരു കേസിന്റെ കാര്യത്തിന്. അല്ലെങ്കിൽ എനിക്ക് ഇടം വലം തിരിയാൻ നേരം കാണത്തില്ല. മോള് പോയി അല്ലേ? ഞാൻ കണ്ടു. സത്യം പറയല്ലോ ചേച്ചി, ഗംഗ ഇവിടെ ഉണ്ടാവുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരാൻ പേടിയാ. കണ്ടാലൊന്നും ചിരിക്ക കൂടിയില്ല. അവള് കുഞ്ഞിലേ മുതൽ അങ്ങനെയാ, ആരോടും അധികം അടുക്കില്ല. പെൺകുട്ടികൾ ഇങ്ങനെ മുഖം കയറ്റിപ്പിടിച്ച് നടന്നാൽ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ വിചാരിക്കുവോ? പ്രത്യേകിച്ച് ഈ പ്രായത്തിലുള്ള പെൺകുട്ടി കല്യാണമാകാതിരിക്കുമ്പോൾ. എന്താ ഒന്നും ആലോചിക്കാത്തത്? ആലോചനയൊക്കെ വരുന്നുണ്ട്. ജാതകം ചേരണ്ടേ? ജാതകദോഷം വല്ലതും ഉണ്ടോ? ഉണ്ട്, അവക്ക് ജാതകദോഷമുണ്ട്. ഏയ്, എന്താ ഇത്? അതൊക്കെ മാറും. ദേ, അപ്പുറത്തെ ശശാങ്ക സാറിലെ ആ അണ്ടർ സെക്രട്ടറി, അയാളുടെ മൂത്ത മകൾക്ക് ചൊവ്വാദോഷമായിരുന്നു. കുറേ കാലം ആലോചനയുമായി നടന്നു. പിന്നെ അവര് പോയൊരു കമ്പ്യൂട്ടർ ജാതകം ഉണ്ടാക്കി. 2 മാസത്തിനുള്ളിൽ കല്യാണം നടന്നു. ഇപ്പൊ ആ പെണ്ണെ ജർമ്മനിയിലാ, ഭർത്താവിന്റെ കൂടെ. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരെണ്ണം നോക്കാം. അല്ല, ഇന്നലെ ആരാ മോളുടെ കൂടെ വന്നത്? രാത്രി വൈകി വണ്ടി വന്ന് നിന്നപ്പോൾ ഞാൻ വെറുതെ ഒന്ന് നോക്കിയതാ. ഓഫീസിലെ ആരെങ്കിലും ആണോ? ആ അതെ, എവിടെയോ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് വൈകിയതുകൊണ്ട്. ദേ, വിവരവും വിദ്യാഭ്യാസമുള്ളവരെയാ ഇപ്പൊ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. അല്ല, ഗംഗയോടത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഹോ, വല്ലാത്തൊരു കാലം തന്നെ. മക്കൾ മുതിർന്ന് കിട്ടുന്നത് വരെ പേടി, മുതിർന്നാൽ അതിനേക്കാളും പേടി. ചേച്ചി, വാഷിംഗ് മെഷീനിൽ തുണിയിട്ടിരിക്കുക. ഞാൻ പോട്ടെ ചേച്ചി.
മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ്. എന്നോട് മിണ്ടണ്ട, ഞാൻ പിണക്ക. മോളെ ഏതാ? കാവ്യ മോളെ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. മോക്ക് എന്നെ അറിയോ? ഗംഗാന്റെ അല്ലേ? അതെ. പക്ഷെ മോള് ആരുടെ കൂടെ വന്നേ? മോളെ, നമുക്ക് എന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാം. ആന്റി എന്നെ എടുത്തേ. അച്ഛാ, ഈ ആന്റിക്ക് എന്നെ മനസ്സിലായില്ല. സോറി ഗംഗ. ഇന്നലെ രാത്രി മുഴുവൻ എന്നെ കഷ്ടപ്പെടുത്തി കളഞ്ഞു. രാവിലെ ഗംഗയെ കാണിച്ചു കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തിട്ടാ ഉറങ്ങിയത് തന്നെ. ഗംഗയ്ക്ക് ബുദ്ധിമുട്ടായോ? ഇല്ല സർ, മോളെ എനിക്ക് വലിയ ഇഷ്ടമായി. എന്റെ പേരറിയോ? ഇല്ലല്ലോ. കാവ്യ. അതെയോ? നല്ല പേര്. ഇനി ആന്റി എന്നെ കാണാൻ വരൂ. താങ്ക് യു. ഓ, താങ്ക് യു. ഞാൻ എക്സസൈസ് ചെയ്യാൻ പോവാ. ആഹാ. ടാറ്റാ. ഓക്കേ. മോളെ ദൂരത്തെങ്ങും പോകരുതേ. ഓക്കേ. അവളുടെ വാശികളൊക്കെ ഞാൻ സമ്മതിച്ചു കൊടുക്കുക പതിവ്. ഇന്നിനി വല്ലാത്ത സന്തോഷത്തിലായിരിക്കും. ഇനിയെന്നും ചിലപ്പോൾ ഇവിടെ വരണമെന്ന് നിർബന്ധം പിടിക്കും. അതാ പ്രശ്നം. നല്ല മോളാ. ഈ പ്രായത്തിലല്ലേ സർ ഇങ്ങനെ ഒന്നും അറിയാതെ ചിരിക്കാനും കളിക്കാനും ഒക്കെ പറ്റുന്നേ. ഞാൻ വരട്ടെ.